കുറേ ആയല്ലോ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പം ഞാൻ ഓർത്ത് ശനിയാഴ്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അങ്ങനെ അതാ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് കുറച്ച് നേരം ഫോണിൽ നോക്കി, പിന്നെ ചായയൊക്കെ കുടിച്ച്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയും വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ അതാ കുടിക്കുന്ന വെള്ളമൊക്കെ വെച്ച് കടലയും വേവിച്ച് കടലക്കറിയും ആക്കി. കുറേ നാൾക്ക് ശേഷം നമുക്ക് ഗ്യാസ് കിട്ടി കേട്ടോ. എന്നാലും ഞാൻ അടുപ്പിലാണെങ്കിൽ ദോശയൊക്കെയും ചുട്ടെടുത്ത് ഇങ്ങനെ ദോശ തിരിച്ചിട്ട് ഒരു അടി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ. പിന്നെതാ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളവും വെച്ച് ചേട്ടായിക്ക് പോകാൻ സമയമായതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു വെച്ചേ. ഈ സമയം കൊണ്ട് അയനൂസും എഴുന്നേറ്റായിരുന്നു. അങ്ങനെ ദാ ഞങ്ങൾ അച്ചയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറിപ്പോയി കേട്ടോ. ഇവിടെ പിന്നെ ദാ അയനൂസ് ഹാപ്പി ബർത്ത്ഡേ കേൾക്കാമെന്നും പറഞ്ഞ് അവളുടെ മാലയൊക്കെ എടുത്ത് വെച്ച് കളിക്കുവാണേ. പിന്നെ ഞാൻ നേരെ ദാ അരിയൊക്കെ കഴുകാൻ വേണ്ടി പോയി. വെള്ളം നല്ലപോലെ തിളച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ദാ അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ കുഞ്ഞിനെ പല്ല് തേപ്പിക്കാനൊക്കെ ആയിട്ടും പോയി. ഞാൻ വന്നപ്പോഴത്തേന് ദാ അരി നല്ലപോലെ തിളയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് തിളച്ച് കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ദാ കാപ്പിയൊക്കെ കുടിക്കാനിരുന്നേ. എനിക്ക് പിന്നെ പല്ലെടുക്കേണ്ടതുകൊണ്ട് തന്നെ ഗുളികയൊക്കെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ കാപ്പി കുടിച്ച് ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ തുണി കഴുകാൻ പോയി കേട്ടോ. ഇവിടെ 2-3 ദിവസം കൊണ്ട് ഉച്ച വരെ വെയിലും അത് കഴിഞ്ഞ് മഴയൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നെന്തായാലും നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടെറസ് മുഴുവൻ എന്താ തുണിയൊക്കെ കഴുകി വിരിച്ചിട്ട് കേട്ടോ. പിന്നെ നേരെ ഉച്ചക്കലത്തെ ലഞ്ചിനുള്ള പരിപാടിയാണെന്ന് നോക്കി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ചേട്ടായി ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്ന് അയനൂസിനും ചോറ് കൊടുത്ത് ഞാനും ചോറ് കഴിച്ചു. പിന്നെ അയനൂസിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ 4 മണിയായപ്പോഴത്തേനും ഞങ്ങൾ രണ്ടുപേരും കൂടെ മിറ്റമൊക്കെ തൂക്കാൻ വേണ്ടി ഇറങ്ങി. ഇത് കുറച്ച് ദിവസം കൊണ്ടേ കിടക്കുന്നതായിരുന്നു കേട്ടോ. കരിയില നനഞ്ഞതായതുകൊണ്ട് കത്തുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ എന്തായാലും പുകഞ്ഞൊരു വിധം അത് കത്തി കേട്ടോ. പിന്നെ ഈ ചെടിച്ചട്ടിയിലെല്ലാം മഴ പെയ്ത് മണ്ണ് തെറിച്ച് ഫുള്ള് മണ്ണായിട്ടിരിക്കുമായിരുന്നേ. അതെല്ലാം ഞാൻ ആദ്യം ഒന്ന് തൂത്ത് കളഞ്ഞ് പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയും കളഞ്ഞു കേട്ടോ. മഴ പെയ്ത് സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ തന്നെ മണ്ണായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ വെറുതെ ഒന്ന് തൂത്തൊക്കെ കളഞ്ഞേ. എന്തുവായാലും പിന്നെയും മഴ പെയ്യുമ്പോൾ ഇതേപോലെ മണ്ണ് കയറും. എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി പിന്നെ ഞാനിതെല്ലാം ഒന്ന് ചെയ്തു കേട്ടോ. പുറത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അകത്തുനിന്ന് മാറാലയൊക്കെ തട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ മാറാല തട്ടുന്നതുകൊണ്ട് തന്നെ വലുതായിട്ട് മാറാലയൊന്നും ഇല്ലായിരുന്നേ. പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയായിട്ട് തൂത്തൊക്കെ ഇറക്കി കേട്ടോ. അയനൂസ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ എൻ്റെ കൂടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മയില്ലേ. പിന്നെ അവിടെയൊക്കെ തൂത്തിറക്കിയതിന് ശേഷം നല്ലപോലെ തുടച്ചെടുത്തിട്ടോ. അയനൂസ് ഉറങ്ങുമ്പോൾ തുടയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവളൊന്നും ഉറങ്ങിയിട്ടും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ തുടക്കുകയായതുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലേ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുളിയൊക്കെയും കഴിഞ്ഞ് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അത് സ്ഥലത്തൊക്കെ പറക്കി വെക്കുവാണേ. ഞങ്ങൾക്ക് വൈകിട്ട് പാൽ ചായക്കാട്ടിലും കൂടുതൽ ഇഷ്ടം കട്ടൻ ചായ കുടിക്കാനാണ്. അങ്ങനെ എനിക്കുള്ള കട്ടൻ ചായയും വെച്ച് അയനൂസിന് ഞാൻ ഏത്തയ്ക്ക റോസ്റ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നെയ്ക്കകത്ത്. അയനൂസിനാണെങ്കിൽ ഇത് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇതൊക്കെ കഴിക്കുവാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ അയനൂസിനത് വാരി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് സെറ്റ് അടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്. പിന്നെ ഞാൻ തുണി മടക്കിക്കൊണ്ട് നിന്നപ്പോൾ അയനൂസിൻ്റെ തന്നെ തുണികൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുണിയൊക്കെ മടക്കി കഴിഞ്ഞ് അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നേരെ ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോയി. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് സാറ് ഉറക്കമായി. ഇന്ന് പകലങ്ങനെ ഉറങ്ങാത്തതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ഫോണൊക്കെയും നോക്കി കേട്ടോ. പിന്നെ വിളക്കൊക്കെയും കെടുത്തി വെച്ച് അപ്പോഴത്തേനും ചേട്ടായും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ച്. അച്ഛൻ വന്നപ്പോഴത്തേനും അയനൂസും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ അല്ലറ ചില്ലറ ജോലികളൊക്കെ ഉണ്ടായിരുന്നേയും കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെയും കഴിച്ച്. പിന്നെ ഇടയ്ക്ക് അയനൂസിനൊരു വിശപ്പുണ്ട്. അതുകൊണ്ട് ഒരു ഏത്തയ്ക്ക എടുത്ത് വെച്ച്. ചില ദിവസം ഈ ബുക്കും വായിക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.